ഇപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് നഴ്സുമാർ OET IELTS എക്സാമിനൊക്കെ വേണ്ടി പഠിച്ച് അത് പാസ്സായെങ്കിലും അവർക്ക് UK, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാതെ സ്റ്റിൽ നാട്ടിൽ തന്നെയുണ്ട്. ശരിക്കും നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ആയത് തന്നെയാണോ? നഴ്സുമാർക്ക് തികച്ചും ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഏതെങ്കിലും രാജ്യങ്ങളോ ഉണ്ടോ? അതിനെക്കുറിച്ച് വിശദമാക്കാമോ? തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഒത്തിരി ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, പുറത്തോട്ടുള്ള നേഴ്സസിൻ്റെ ഓപ്പണിംഗ് ഒക്കെ അവസാനിച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ 7-8 മാസമായിട്ട് OET അല്ലെങ്കിൽ IELTS പഠിച്ച് പാസ്സായി നിൽക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു വിടാൻ സാധിക്കുന്നില്ല. സത്യത്തിൽ എൻ്റെ ഒപ്പീനിയനിൽ OET ഒരു പരിധിവരെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരിക്കലും ഈ റിക്രൂട്ട്മെൻറ്റുകൾ മടങ്ങി വരില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന പിള്ളേർ അല്ലെങ്കിൽ ഇനി ഒരു എക്സാം പഠിക്കാൻ പോകുന്നവർ ഒരു കാരണവശാലും OET പഠിച്ച് വെയിറ്റ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ന്യൂസിലാൻഡ് ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, അയർലൻഡ് ആയിക്കോട്ടെ, ഈ ഒരു സ്ഥലങ്ങളിൽ തന്നെ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല. അതുകൊണ്ട് നഴ്സുമാരുടെ ഒരു ഓപ്പണിംഗ് പുറത്തേക്കുള്ളത് അവസാനിച്ചെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതല്ലെങ്കിൽ മറ്റൊരു രാജ്യം എന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ രാജ്യം എല്ലാ സമയത്തും ഓപ്പൺ ആയിരിക്കും. പക്ഷേ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനും കാര്യങ്ങൾക്കും വ്യത്യാസം കാണും. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ഫ്രഷ് ആയിട്ടുള്ള നേഴ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ആൾക്ക് അല്ലെങ്കിൽ OET IELTS പഠിക്കാത്ത ഒരാൾ ഒരു രാജ്യം തിരഞ്ഞെടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പോകാൻ സാധിക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിൽ നമുക്ക് സൗജന്യമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച്, അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന എമൗണ്ട് സഹിതം നമുക്കൊരു സ്റ്റൈഫൻഡ് ആയി വാങ്ങിക്കൊണ്ട് 1 രൂപ പോലും മുടക്കാം. ഞാൻ ഒട്ടും അതിശയോക്തി പറയുന്നതല്ല, 1 രൂപ പോലും മുടക്കാതെ ഈവൻ ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റോടൊപ്പം നിങ്ങൾക്ക് സൗജന്യമായി ഒരു നേഴ്സിന് ജർമ്മനിയിൽ പോകാൻ സാധിക്കും. ജർമ്മനി മാത്രമാണ് സൗജന്യമായിട്ട് നമുക്കിപ്പോൾ പോകാൻ സാധിക്കുന്നത് ഒരു രാജ്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജർമ്മനിയിലെ ഏതെല്ലാം മേഖലകളിലേക്കാണ് ഇവിടുന്ന് നാട്ടിൽ നിന്നുള്ള നേഴ്സുമാർക്ക് പോകാൻ സാധിക്കുക? അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ജർമ്മനി എടുക്കുമ്പോൾ നമുക്ക് നോർമൽ അറിയാവുന്ന പോലെ ഇപ്പം UK ക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ കെയർ ഹോംസ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ രാജ്യത്തിലേക്കും നമ്മളൊരു നേഴ്സിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ലഭിച്ച റിക്രൂട്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ആൾക്കാരെ ജർമ്മനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഈ ജർമ്മനിയിലെ ഒരു നേഴ്സിന് ജോലി ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസിനെ അല്ലെങ്കിൽ പ്ലേസസിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. 1 യൂണീക് ക്ലിനിക്, 2 ഓൾട്ടർ ഹോംസ്, 3 ഹോസ്പിറ്റൽസ്. ഇങ്ങനെ 3 ഇതിനെ തിരിക്കാം. അപ്പം 3ൻ്റെയും അഡ്വാൻറ്റേജസും അതിൻ്റെ ബെനിഫിറ്റുകളും മാർക്കാണ് പോകാൻ സാധിക്കുന്നതൊക്കെ പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിലേത് സ്ഥലത്തേക്കാണ് എനിക്ക് പോകാൻ സാധിക്കുന്നത് എന്ന് ഒരു നേഴ്സിന് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു നേഴ്സ് നാട്ടിൽ ജോലി ചെയ്യാതെ ജർമ്മനിയിൽ ജോലി ചെയ്യേണ്ടത്? വൈ ജർമ്മനി എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ജർമ്മനിയിൽ നിന്നല്ല ഒരു നേഴ്സ് ഒരു കാരണവശാലും നാട്ടിൽ ജോലി ചെയ്തെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതെങ്കിലുമൊക്കെ ഒരു വിദേശ രാജ്യത്തേക്ക്, യൂറോപ്യൻ രാജ്യത്തേക്ക് പോകണം ഞാൻ എപ്പോഴും പറഞ്ഞു. ഞാനത് പറയാം, എൻ്റെ വൈഫ് ഒരു നേഴ്സാണ്, അവൾ ഇന്നൊരു യൂറോപ്യൻ കൺട്രിയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ആ കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവളെ സത്യത്തിൽ ഒരു യൂറോപ്യൻ രാജ്യത്തെ ജോലി നേടാനും വേണ്ടി നമ്മൾ തന്നെ അവളെ ഹെൽപ്പ് ചെയ്തതാണ്. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, ഒരിക്കലും ഒരു നേഴ്സ് ഇന്ത്യയിൽ ജോലി ചെയ്യരുതെന്നാണ്. കാരണങ്ങൾ പലതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്, ഇത്രമാത്രം പഠിച്ചിട്ട് ഒരു GNM, BSc, പോസ്റ്റ് BSc, MSc എന്നൊക്കെ ഇത്രമാത്രം പഠിച്ചിട്ട് ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് പഠിച്ചിട്ട് ഇത്രയധികം അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം തന്നെ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരെത്രമാത്രം പഠിക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, സ്ട്രെസ്ഡ് സിറ്റുവേഷൻസിൽ 12, 13, 14 മണിക്കൂറുകൾ ജോലി ചെയ്യുന്നു. ഒരു ICUവിലും അല്ലെങ്കിൽ ഒരു OPയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് അത്ര പ്രൊഫഷണൽ ആയിരിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും അവരെ ഇവിടെ ഒരു കൂലിപ്പണിക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബംഗാളി എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ഒരു പരിഗണന പോലും നമ്മുടെ രാജ്യവും നമ്മുടെ ഗവൺമെൻറ്റും ഒന്നും നൽകുന്നില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ പഠിച്ച കോഴ്സിന് ഡിഗ്നിറ്റി ലഭിക്കണമെങ്കിൽ, അതിനനുസരിച്ചുള്ള സാലറി ലഭിക്കണമെങ്കിൽ, അതിനനുസരിച്ചുള്ള മാന്യത ലഭിക്കണമെങ്കിൽ 100% അവർ യൂറോപ്യൻ രാജ്യത്തിൽ തന്നെ പോകണം. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന നേഴ്സസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും 100% നിങ്ങൾ ഒരു യൂറോപ്യൻ രാജ്യത്തിൽ പോയിരിക്കണം. കാരണം എങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ ഇത്ര വർഷം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് ബെനിഫിറ്റ് എന്താണ്. അല്ലെങ്കിൽ അവർ ചിന്തിക്കുക, ഞാൻ എന്തിനാണ് നേഴ്സിംഗ് എടുത്തത്, ഞാൻ നേഴ്സിംഗ് എടുത്ത എൻ്റെ ലൈഫ് തന്നെ പോയല്ലോ, എനിക്ക് ശമ്പളം ലഭിക്കുന്നില്ലല്ലോ. ഒട്ടനവധി മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ വിദേശത്ത് പോയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജർമ്മനി പോകണമെന്ന് പറയുന്നത്. കാരണം ജർമ്മനി പോലൊരു വിദേശ രാജ്യം ചെല്ലുമ്പോഴാണ് ഞാൻ നേഴ്സിംഗ് പഠിച്ചത് നന്നായി, ദാറ്റ് ചോയ്സ് ഇറ്റ് വാസ് കറക്റ്റ്.
ഇറ്റ് വാസ് ഗൈഡഡ് ബൈ ഗോഡ്, അല്ലെങ്കിൽ ഇത് എടുത്തത് നല്ലതാണ്, എൻ്റെ ലൈഫ് രക്ഷപ്പെട്ടല്ലോ, ഇത്രമാത്രം ആനുകൂല്യങ്ങൾ, ഇത്രമാത്രം ഡിഗ്നിറ്റി, ഇത്രമാത്രം സെൽഫ് റെസ്പെക്റ്റ്, റൈറ്റ്സ് ഒക്കെ ലഭിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് സത്യത്തിൽ ഇവർ ഒരു നേഴ്സ് വിദേശ രാജ്യ ജോലി എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം. ഇനി കൂടാതെ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം നമുക്ക് ഹൈലി പെയ്ഡ് ആണ് ഓരോ നേഴ്സസും. ജർമ്മനിയിൽ ഹൈലി പെയ്ഡ് ആണ്. ഫാമിലി റീയൂണിയൻ വളരെ പോസിബിൾ ആയ കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു നേഴ്സ് ഒരു വിദേശ രാജ്യത്ത് പോയാൽ ഒരിക്കലും ആ നേഴ്സ് അല്ല രക്ഷപ്പെടുന്നു, ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത്. അവരുടെ ഹസ്ബൻഡിനെയും കുട്ടികളെയും കൊണ്ടുപോകാൻ സാധിക്കുന്നു. അവരുടെ അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ ഫാദറിലോയും മദറിലോയും ഒക്കെ ഒരു വിദേശ രാജ്യം കാണിക്കാൻ അവർക്ക് അവിടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അവർക്ക് മണി ഏൺ ചെയ്ത് അവരുടെ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നു. നാട്ടിൽ നല്ല വീട് വെക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ അല്ലാതെ അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നു. ഒരു യൂറോപ്യൻ കൾച്ചർ ആസ്വദിക്കാൻ സാധിക്കുന്നു. അപ്പം ഒരു നേഴ്സ് രക്ഷപ്പെട്ടാൽ ഒരു കുടുംബത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പൂർ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഹൈ ക്ലാസ്സിലേക്കോ അവർ മാറുകയാണ് വർഷങ്ങൾ കൊണ്ട്. ഞാൻ തന്നെ എത്രയോ ആൾക്കാരെ ജർമ്മനിയിൽ വെച്ചും UK വെച്ചും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ OET അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കാൻ വരുന്ന സമയത്തെ അവരും ഇന്ന് നമ്മൾ കാണുന്നവരും തമ്മിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വ്യത്യാസം. അതുകൊണ്ട് they have to go, അവർ ജർമ്മനിയിൽ പോകണം. അപ്പോൾ ഇത്രയധികം ബെനിഫിറ്റ്സ് ജർമ്മനി നേഴ്സുമാർക്ക് കൊടുക്കുമ്പം ഏതെല്ലാം തരത്തിലുള്ള നേഴ്സുമാർക്കാണ്, അല്ലെങ്കിൽ ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ഏത് ഏജ് ലിമിറ്റിലുള്ള നേഴ്സുമാർക്കാണ് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്? അങ്ങനെ എന്തെങ്കിലും ഡിവിഷൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാ നേഴ്സുമാർക്കും പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമതായിട്ട് ഏജിൻ്റെ കാര്യം എടുത്താൽ 40 years, ബിലോ 40 years ആണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൽ 43 വയസ്സ് വരെയുള്ളവരെയൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു ചോയ്സ് ആണ്, നമുക്ക് എപ്പോഴും ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല. ഐഡിയലി ബിലോ 40 years, അതാണ് ഏജിൻ്റെ കാര്യം. വന്നാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എടുത്താൽ അത് either GNM ആണെങ്കിലും BSc ആണെങ്കിലും പോസ്റ്റ് BSc ആണെങ്കിലും ഒക്കെ ഇവർക്ക് പോകാൻ സാധിക്കും. കാരണം ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം 3.5 years ഓഫ് GNM 3 year GNM ഉണ്ട്. അപ്പം ഈ 3 year GNMക്കാരെ നേഴ്സായിട്ട് അക്സെപ്റ്റ് ചെയ്തില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. GNM ആണെങ്കിലും പോസ്റ്റ് BSc ആണെങ്കിലും BSc ആണെങ്കിലും അവർക്ക് പോകാൻ സാധിക്കും. ഇനി അടുത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് അതേ സമയം തന്നെ ഇതിനകത്തൊരു ഡിഫറൻസ് ഉണ്ട്. ഇവരുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഇവർ ഫ്രഷറാണോ, ഒരു 3+ years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണോ, 8+ years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ ബേസിലാണ് ഇവരുടെ ജോലി ചെയ്യുന്നത്. ഇവർ യൂണിക് ക്ലിനിക്കിലാണോ, ആർട്ടൽ ഹോംസിലാണോ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലാണോ എന്നത് ഡിസൈഡ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് അത് ക്ലാരിറ്റി ആകുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി വീണ്ടും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക് ക്വാളിഫിക്കേഷൻസ്. ഞാൻ പറഞ്ഞതുപോലെ 40 years ബിലോ. അതായിട്ട് ഇവർക്ക് വേണ്ട ഒരു കാര്യം B2 ലാംഗ്വേജ് പ്രൊഫഷ്യൻസി കമ്പൽസറി ആണ്. അപ്പോൾ B1 ആകുമ്പോഴും നമുക്ക് വേണമെങ്കിൽ നേഴ്സായിട്ട് ജർമ്മനിക്ക് പോകാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും രജിസ്റ്റേർഡ് നേഴ്സായിട്ടല്ല അവരവിടെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് അവിടെ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, B1 പഠിച്ചാലും രജിസ്റ്റേർഡ് നേഴ്സാകാൻ സാധിക്കില്ല. അങ്ങനെ ഒരിക്കലുമില്ല. B2 ലാംഗ്വേജ് കമ്പൽസറിയാണ്. മാത്രമല്ല അവിടുത്തെ ക്ലിനിക്കൽ എക്സാം അവർ എഴുതി പാസ്സാകേണ്ടതുമുണ്ട്. അത് പക്ഷേ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അവർ ഈസി ആയിട്ട് അവർക്കത് എഴുതിയെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ B2 ലാംഗ്വേജ് മാത്രം പോരാ, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി മസ്റ്റാണ്. പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന കാര്യം, ചില ആൾക്കാരെങ്കിലുമൊക്കെ നമ്മളീ പറഞ്ഞ തട്ടിമുട്ടി എങ്ങനെയൊക്കെ സംഭവം ജസ്റ്റ് ദേ ഗോട്ട് B2 ഗ്രേഡ്. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് പാസ്സാകാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന നഴ്സുമാർക്ക് നമ്മൾ തന്നെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിൻ്റെ കാരണവും അവർക്ക് സൗജന്യമായിട്ട് ക്ലാസ് ഓഫർ ചെയ്യുമ്പോൾ തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്താൻ നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെടുന്നതിൻ്റെ പുറകെ നടക്കുന്നതിൻ്റെ കാര്യം, നമ്മുടെ അക്കാഡമിക് ടീം ഇത്രമാത്രം അതിനുവേണ്ടി സ്ട്രെസ് എടുക്കുന്നതിൻ്റെ കാര്യം തന്നെ ഇവർ B2 പാസ്സാകുന്ന ഒരാൾ 100% ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തിരിക്കും എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. കാരണം B1 ആകുമ്പോൾ തന്നെ പലപ്പോഴും നേഴ്സസ് ഇൻ്റർവ്യൂവും കാര്യങ്ങൾ ലഭിക്കും. അപ്പോൾ B1ൻ്റെ സമയത്ത് ഇവർക്ക് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഉണ്ടെങ്കിൽ ആ സമയം ഇവർ ഇൻ്റർവ്യൂ പാസ്സാകാനും B2ലേക്ക് വരുന്ന ആ സമയത്തേക്ക് പ്രോസസ്സിങ് നടത്താനൊക്കെ സാധിക്കും. അതൊരു വേറെ സബ്ജക്റ്റാണ്, നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ സംസാരിക്കാം. എങ്കിൽ പോലും സിംപിളി പറഞ്ഞാൽ B2 ലാംഗ്വേജ് പാസ്സാകണം എന്നത് മാത്രമല്ല, നല്ല ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയും ആവശ്യമാണ്. ഇത് കൂടാതെയുള്ള ഒരു കാര്യം, ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത്, രക്ഷപ്പെടണം എന്ന തീവ്രമായ ആഗ്രഹം വേണമെന്നുള്ളത്. പല ആൾക്കാർക്കും അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇവർ ചിലപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ പോകും, പാതി വഴി വെച്ച് ഉപേക്ഷിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ വിദേശത്ത് പോകുന്നത് കാണുമ്പോൾ പോകണമെന്ന് വിചാരിക്കും, പക്ഷെ അവരതിനെ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അപ്പം രക്ഷപ്പെടണമെന്ന തീവ്രമായ ആഗ്രഹമുള്ളൊരു നേഴ്സാണോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏജ് ക്രൈറ്റീരിയയിലാണോ, നിങ്ങൾ ഡെഫിനറ്റ്ലി ജർമ്മനി എത്തിയിരിക്കും. അതിനുള്ള എല്ലാ വഴികളും നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്
യാഥാർത്ഥ്യം. എന്താണ് യുണീക്ക് ക്ലിനിക് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ ജർമ്മനിയിൽ 16 ഫെഡറൽ സ്റ്റേറ്റുകളിലായി ഏകദേശം 35ഓളം യുണീക്ക് ക്ലിനിക്കുകളാണുള്ളത്. ഒരു യുണീക്ക് ക്ലിനിക്കിൽ ഒരു നഴ്സായി നമുക്ക് ജോലി ലഭിക്കണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്ന് ഞാൻ പറയാം. ഒന്നാമത്തേത്, നമുക്കൊരു 8+ years ഓഫ് എക്സ്പീരിയൻസ് കമ്പൽസറിയാണ്. 2, നമ്മളൊരു വിദേശ രാജ്യത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇന്ത്യക്ക് വെളിയിൽ ഏതെങ്കിലുമൊക്കെ ഗൾഫ് കൺട്രികളിലൊക്കെ ജോലിയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഒരു യുണീക്ക് ക്ലിനിക്ക് ജോലി ചെയ്യാന്നുള്ളത്. മാത്രമല്ല, ഒരു കണ്ടിന്യൂഡ് എക്സ്പീരിയൻസ് 5 or 7 വർഷമൊക്കെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ. നോർമലി മെജോറിറ്റി നഴ്സസും അങ്ങനെ തന്നെയാണ്, എങ്കിലും ഇടയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സ്വിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു കാർഡിയക് ICU ആണെങ്കിലോ അല്ലെങ്കിൽ എമർജൻസിയിലാണെങ്കിലോ അങ്ങനെ ഏത് സ്ഥലത്താണെങ്കിലും ഒരു കണ്ടിന്യൂസ് 6 to 7 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളത് വളരെ നല്ലതാണ് നമ്മുടെ യൂണീക്ക് ക്ലിനിക്കിൽ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് പലപ്പോഴും കമ്പൽസറി ആയിട്ട് വരാറുണ്ട് യൂണീക്ക് ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന നഴ്സസിന്. ഇതൊക്കെ കൂടാതെ ഒരു B2 ലാംഗ്വേജ് പാസ്സായിട്ടുണ്ടോ എങ്കിലും ലാംഗ്വേജ് പ്രൊഫഷ്യൻസി കമ്പൽസറിയാണ്. കാരണം പാസ്സാകുന്ന പല ആൾക്കാർക്കും ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഇല്ലാതെ എങ്ങനെയൊക്കെയോ പാസ്സാകുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന നമ്മൾ തന്നെ ലാംഗ്വേജ് പഠിപ്പിച്ച് നഴ്സസിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്യാനും ഇവരെ B2 ലാംഗ്വേജ് പാസ്സാകുന്നതിനോടൊപ്പം എക്സാക്ട്ലി ഇതിനുള്ള ലാംഗ്വേജ് പ്രൊഫഷ്യൻസ് അവർക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഒരു യുണീക്ക് ക്ലിനിക്കിൽ ജോലി ചെയ്യാൻ ഒരു നഴ്സിന് വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സെറ്റപ്പ് എന്ന രീതിയിലൊക്കെ നമുക്ക് യൂണീക്ക് ക്ലിനിക്കുകളെ നമുക്ക് എടുക്കാവുന്നതാണ്. 40 മണിക്കൂറാണ് ഒരാഴ്ചയിൽ ഒരു നഴ്സിന് ജോലി ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ 4 ആഴ്ചയാണ് നമുക്ക് ഷിഫ്റ്റ് വരുന്നത്. ഓവർ ടൈം ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. എങ്കിലും യുണീക്ക് ക്ലിനിക്കിൽ ജോയിൻ ചെയ്യുന്ന ഒരു നഴ്സിന് ബേസിക് പേ തന്നെ 3500 യൂറോയുണ്ട്. ഏകദേശം 3.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് സാലറി കിട്ടും. സോ ഇത് കേൾക്കുന്ന ഒരു നഴ്സിന് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ച് ഒരു യുണീക്ക് ക്ലിനിക്കിൽ പ്ലേസ്മെൻറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നറിയാം. അവരതിനനുസരിച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അടുത്തതായിട്ട് ആൾട്ടർ ഹോംസ് ആണ്. കെയർ ഹോംസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരു 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് പലപ്പോഴും ഈ ജർമ്മൻ ഓൾട്ടർ ഹോംസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് പലപ്പോഴും കെയർ ഹോം അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഇവിടുത്തെ അനാഥാലയങ്ങളാണ്. പക്ഷേ ജർമ്മൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഓൾട്ടർ ഹോംസുകൾ അല്ലെങ്കിൽ കെയർ ഹോമുകൾ എന്ന് പറയുന്നത് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അറ്റ്മോസ്ഫിയറാണ്. നമുക്കൊരു 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ഗ്രീനറി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ നമുക്കൊരു നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. പലപ്പോഴും ഓൾട്ടർ ഹോംസുകളിൽ ജോലി ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നഴ്സസ് വിചാരിക്കുന്നത് അവിടെ കെയറായിട്ട് ജോലി ചെയ്യുന്നതെന്നാണ്. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. അവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തന്നെ നമ്മൾ സ്കിൽഡ് വർക്ക് വിസയിൽ തന്നെ കയറി ചെന്നാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇവിടെ ജോലി ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്കും ഒരു ഓൾട്ടർ ഹോംസിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സ് ഇല്ല. ഈ കെയർ ഹോമുകളിൽ ഡോക്ടേഴ്സ് ഇല്ല. ഡോക്ടേഴ്സ് ഓൺ കോളിലാണ്. ഒരു ഹൈ മെഡിക്കൽ എമർജൻസി വന്നെങ്കിൽ മാത്രം ഒരു ഓൺ കോളിൽ ഡോക്ടർ എത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിദേശ രാജ്യങ്ങൾക്ക് ജോലി ചെയ്ത ഒരുപക്ഷെ ഒരു യുണീക്ക് ക്ലിനിക്കിൽ ജോലി ചെയ്യാനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളുള്ള പലരും ഈ ഓൾട്ടർ ഹോംസുകൾ പ്രിഫർ ചെയ്യാറുണ്ട്. അതിന് 2-3 കാര്യങ്ങൾ പറയുന്നത്, ഒന്ന്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവരെ റൂൾ ചെയ്യാൻ ഇവരുടെ മുകളിൽ ഒരാളില്ല. നേഴ്സസ് ആണ് അവിടുത്തെ ഒരു സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. കാരണം ഡോക്ടേഴ്സ് സിവിയർ ഹോസ്പിറ്റൽ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ സിവിയർ കണ്ടീഷൻസിൽ ഓൺ കോളിലാണ് ഇവിടെ എത്തുന്നത്. രണ്ടാമത്തേത്, ഒരു ഹോസ്പിറ്റലിലെ പോലെ ഒരു ഹ്യൂജ് ഡോക്യുമെന്റേഷൻ പലപ്പോഴും വാട്ടർ ഹോംസുകളിൽ ഇല്ല. കാരണം നമുക്കറിയാവുന്ന ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവരെ പരിചരിക്കുക, ഇവരുടെ മെഡിസിൻസ് എടുത്തു കൊടുക്കുക, ഇവരുടെ ഡെയിലി റൊട്ടീൻ ഇവരെ സഹായിക്കുക, അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഇവർ ഒരു വാക്കിന് കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ ലെയ്ഷർ ആക്ടിവിറ്റികൾക്ക് ഈവനിങ്ങിലും നൈറ്റിലും ഒക്കെ ഇവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. അതൊക്കെ പലപ്പോഴും നമുക്കും ഒരു പീസ് അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഒക്കെ നൽകുന്ന, ഒരു ഹാപ്പി ഇൻഡെക്സിലൊക്കെ നമുക്ക് കൂടുന്നു പറയുന്ന പോലെ ഒരു ഹാപ്പിനെസ് ഒക്കെ നൽകുന്ന കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ട്രെസ്ഡ് അറ്റ്മോസ്ഫിയർ അല്ല ഒരു ഓൾട്ടർ ഹോംസിലുള്ളത്. ഒരു കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, കംപ്ലീറ്റ്ലി സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഗൾഫ് രാജ്യങ്ങളോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ 10, 20, 25 വർഷം ഹെഡ് നേഴ്സായിട്ട് ജോലി ചെയ്തവരോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഡ് സിറ്റുവേഷൻസ് ജീവിച്ച പല ആൾക്കാരും ഇത് സെലക്ട് ചെയ്യാറുണ്ട്. കാരണം എന്താണ്, വളരെ കാമാൻകോട്ട് അറ്റ്മോസ്ഫിയർ ആണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഈ ആക്ടിവിറ്റികളൊക്കെ ഇവർക്ക് പങ്കെടുക്കാം. ചെറിയ കാരണം നമ്മുടെ മലയാളി നഴ്സുമാർ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വർക്ക് ചെയ്യുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചുരുക്കി പറഞ്ഞാൽ ഒരു ജോലിയുമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇത് കൂടാതെ ഇവർക്ക് പലപ്പോഴും ഒത്തിരി ഫ്രീ ടൈമുകളൊക്കെ ലഭിക്കാറുണ്ട്. കാരണം ഇവർ ഡെയിലി റൊട്ടീൻ തീർന്നു കഴിഞ്ഞാൽ ഒരു സിവിയർ കണ്ടീഷൻ ഇല്ലാത്ത പേഷ്യൻറ്റുകൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചൊക്കെ സമയങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കും.
അപ്പോൾ ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ ഇവർക്ക് പല കോഴ്സുകൾ പഠിക്കാനും ഇവരെ കരിയറിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനൊക്കെ സാധിക്കുന്ന അറ്റ്മോസ്ഫിയർ വാട്ടർ ഹോംസുകളിലുണ്ട്. ഫ്രഷേഴ്സിന് പങ്കെടുക്കാം. ഇതാണ് വാട്ടർ ഹോംസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഒരു സാലറി പാക്കേജിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 3200 യൂറോയോളമാണ് നമുക്കൊരു മന്ത്ലി പേ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ യൂണിക് ക്ലിനിക്കിൽ നിന്ന് ഏകദേശം 300 യൂറോ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം രണ്ടാമത് ഒരു നേഴ്സിന് ജോലി ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വാട്ടർ ഹോംസുകളാണ് ജർമ്മനിയിൽ. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇതിനൊരു കെയർ ഹോം ആയിട്ടോ ഓൾഡ് ഏജ് ഹോം സെറ്റിൽമെന്റ് ആയിട്ടോ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഇറ്റ്സ് ഹൈലി പ്രൊഫഷണൽ ആണ്. അതുപോലെ തന്നെ 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളുമാണ്. ഇനി വാട്ടർ ഹോംസിന്റെ എണ്ണത്തെക്കുറിച്ച് പറയുകയാണ്, ഏകദേശം 12,000 എബോവ് വാട്ടർ ഹോംസുകൾ ജർമ്മനിയിലുണ്ട്. ഇറ്റ്സ് ഹ്യൂജ് ഇൻ നമ്പേഴ്സ്. അപ്പം ഇത് കേൾക്കുന്നവർക്ക് വീണ്ടും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ച് വാട്ടർ ഹോംസിൽ പോകണോ, അല്ല എനിക്ക് അവിടെ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ല വാട്ടർ ഹോംസിലേക്ക് എന്തുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യം. കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കാര്യം, ഒരു വിദേശത്തേക്ക് കയറിപ്പോകാൻ തയ്യാറാകുന്ന ഒരു നേഴ്സ്, B2 ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാകുന്ന ഒരു നേഴ്സ് എവിടേക്കാണ് കയറി പോകുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ വേണം. അതിന് ശേഷം മാത്രമാണ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ പലപ്പോഴും ചീറ്റ് ചെയ്യപ്പെടാം. കാരണം ഇവരൊരു സ്ഥലത്ത് കൊണ്ട് ആപ്ലിക്കേഷൻസ് മൂവ് ചെയ്തു, ഇവർക്കൊരു യൂണിക് ക്ലിനിക്കിൽ ജോലി ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ വേറെ ഉള്ളിൽ കൂടെ ഇവരെ പ്ലേസ് ചെയ്യും. സോ ദേ ഷുഡ് നോ. അടുത്തതായിട്ട് ജർമ്മനിയിലുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹോസ്പിറ്റൽസ്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുമ്പം ഏകദേശം 2000-ലധികം ഹോസ്പിറ്റൽസ് ആണ് നമുക്ക് ജർമ്മനിയിലുള്ളത്. ഇവിടെ ഒരു നഴ്സിന് ജോലി ചെയ്യണമെങ്കിൽ GNM ആണെങ്കിലും BSc ആണെങ്കിലും പോസ്റ്റ് BSc ആണെങ്കിലും 3+ years ഓഫ് എക്സ്പീരിയൻസ് കമ്പൽസറി ആണ്. 3 വർഷമെങ്കിലും മിനിമം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നമുക്കൊരു ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കത്തുള്ളൂ. കമ്പയർ ടു വാട്ടർ ഹോംസിനെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ ബിസി ലൈഫാണ് ഹോസ്പിറ്റൽ നമുക്ക് പറയാം. നമുക്കറിയാം ബിസി വർക്കിംഗ് എൻവയോൺമെന്റ് ആണ്. എക്സാക്ട്ലി ബിസി വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് എല്ലാ ഹോസ്പിറ്റലിലും തന്നെ ഉള്ളത്. സാലറി ഏകദേശം നമുക്ക് 3000 യൂറോ ഒക്കെയാണ് നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത്. അത്യാവശ്യം ലാംഗ്വേജ് പ്രൊഫഷൻസ് നമുക്ക് വേണം. മാത്രമല്ല ഈ സോഫ്റ്റ്വെയറുകളിലാണ് പലപ്പോഴും നമ്മളൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്നത്, ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ആ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കേണ്ടി വരും. അങ്ങനൊരു കാര്യമുണ്ട്. പക്ഷേ പലപ്പോഴും പല ആൾക്കാർ ഒരു കരിയർ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിഗിനിങ് സ്റ്റേജിലുള്ളവർ, ജസ്റ്റ് ഒരു 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ മിക്കവാറും പ്രിഫർ ചെയ്യുന്നത് ഹോസ്പിറ്റൽസാണ്. കാരണം അവരുടെ ലക്ഷ്യം യൂണിക് ക്ലിനിക്കിൽ പോയി ജോലി ചെയ്യുക എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽസാണ് പ്രിഫർ ചെയ്യുന്നത്. ലാംഗ്വേജ് വേണം. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ വാട്ടർ ഹോംസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വാട്ടർ ഹോംസിൽ പ്രായമുള്ളവരോടാണ് നമ്മൾ സംസാരിക്കുന്നത്, എൽഡർലി കെയർ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു നേഴ്സിന് ഒരു വാട്ടർ ഹോംസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇവരോട് പതുക്കെ സംസാരിച്ച് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വാട്ടർ ഹോംസിൽ ലഭിക്കും. പക്ഷെ അതൊന്നും ഒരിക്കലും നമുക്ക് ഹോസ്പിറ്റൽ ലഭിക്കണമെന്നില്ല. ഒരു ബിസി എൻവയോൺമെന്റ് ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യം അഡോപ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതാണ് വാട്ടർ നമ്മൾ പറയുന്ന ഹോസ്പിറ്റൽസ് പറയുന്നത്. സോ ഈ 3-ൽ ഏത് സ്ഥലത്താണ് ഒരു B2 ലാംഗ്വേജ് പഠിക്കുന്ന നേഴ്സിന് പോകാൻ സാധിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുക. ഇതിൽ ചില ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് വാട്ടർ ഹോംസിൽ ജോലി ചെയ്യേണ്ടി വരും. ചിലർക്ക് ഹ്യൂജ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അവരൊരു പക്ഷേ വാട്ടർ ഹോംസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ചിലരുടെ എയിം യൂണിക് ക്ലിനിക്ക് ആയിരിക്കും, അതുകൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും അവർ ജോലി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ 3 സ്ഥലങ്ങളിലാണ് നഴ്സുമാർ ജോലി ചെയ്യേണ്ടത്.